നമ്മൾ എല്ലാ മാസവും വാങ്ങാറുണ്ട് അല്ലേ? എന്നിട്ട് നമ്മൾ ഉഴുന്നുവട, ദോശ, ഇഡ്ഡലി ഇവയെല്ലാം നമ്മൾ ചെയ്യാറുമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഉഴുന്ന് നമ്മളുടെ ആ ഒരു തൊലി കളയാത്ത ബ്ലാക്ക് ആയിട്ടുള്ള ഉഴുന്ന് നമ്മൾ ഇതുവരെ നമ്മൾ വാങ്ങാറ്. ഞാൻ ഇത് ഹെൽത്ത് ബെനിഫിറ്റ് അറിഞ്ഞപ്പോൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എൻ്റെ ഗ്രാൻഡ്മാക്ക് കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. ഒരു വൈദ്യൻ പറഞ്ഞു തന്നതാണ്, വളരെ ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ റാഗി നമുക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ്. റാഗി മാത്രം കഴിക്കുന്നതും നല്ലതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഉഴുന്ന് കൂടി ഇതുപോലെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മളുടെ ഷുഗർ അതുപോലെ കൊളസ്ട്രോൾ ലെവലൊക്കെ കൺട്രോൾ ആകാനായിട്ട് സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ പല ഹെൽത്ത് ബെനിഫിറ്റും നമുക്ക് ഇതുവഴി ഉണ്ടാകും കേട്ടോ. ഈ തൊലിയോട് കൂടിയുള്ള ഉഴുന്ന് നമ്മൾ കഴുകി ഉണക്കിയെടുക്കണം. നല്ല പോലെ തന്നെ അഴുക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ രണ്ടും നല്ലതുപോലെ കഴുകി ഉണക്കി എടുത്തേക്കുന്നത് കേട്ടോ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇത് നമ്മൾ ഇതേപടി നമ്മൾ എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും, കുറേ സമയം എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതെടുത്ത് നമ്മൾ വറുക്കുകയാണെങ്കിൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വറുത്ത് കിട്ടുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ ക്രഷ് ചെയ്ത ഉഴുന്ന് കിട്ടുന്നതാണ്. 2 രീതിയിൽ നമുക്ക് കിട്ടും ഈ ഉഴുന്ന്. അപ്പോൾ എനിക്ക് ഈ ഉഴുന്ന് മുഴുവനെ പടിയുള്ളതാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തത് കേട്ടോ. നേരിയ തീയിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഉഴുന്നിന് നല്ല രീതിയിലുള്ള വേവ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പം അതിൻ്റെ പകുതി വേവ് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ റാഗിയും കഴുകി ഉണക്കിയെടുത്തതാണ്. അതും ഒന്ന് നേരിയ തീയിലിട്ട് അത് പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും നല്ല രീതിയിൽ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് ഈ ഒരു ഗ്രൈൻഡറാണ് കേട്ടോ. വളരെ ഉപയോഗപ്രദമായ നമ്മൾ അടുക്കളയിൽ എന്നും എപ്പോഴും വേണ്ട ഒരു ഗ്രൈൻഡറാണ്. ഞാൻ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളായിട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ മിക്സിയിൽ പൊടിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ മസാല ആകട്ടെ, അതുപോലെ തന്നെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഈവൻ നമ്മളുടെ നട്ട്സൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ആ ഒരു സൈറ്റിൽ കയറി വാങ്ങാവുന്നതാണ്. നല്ലൊരു സർവീസാണ്, അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ കുറേ ഐറ്റംസ് മേടിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ തന്ന് എല്ലാം അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഇവരുടെ സൈറ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലിങ്കിൽ കയറി വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫൈൻ പൗഡർ. നമ്മൾ മിക്സിയിൽ പൊടിച്ചാൽ പോലും ഇത്രയും ഫൈൻ പൗഡറായിട്ട് കിട്ടിയില്ല, അത്രയും ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം റാഗി കൊണ്ട് നമ്മളുടെ മുടി കൊഴിച്ചിൽ, അതുപോലെ രക്തക്കുറവ്, അതുപോലെ നമുക്കുണ്ടാവുന്ന സ്കിന്നിലുണ്ടാവുന്ന ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് സ്കിന്ന് പോകുന്നു, സ്കിന്നിനൊരു ഗ്ലോയിങ് ഇല്ല, അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഡയറ്റിൽ ഒരു നേരം ഇത് ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഞാൻ കാണിച്ചത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്ത് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇപ്പം 1 ടേബിൾ സ്പൂൺ റാഗി പൊടിക്ക് ഒരു വലിയ കപ്പാണ് കേട്ടോ, നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന ഒരു വലിയ കപ്പിലാണ് ഞാൻ വെള്ളം ഒഴിച്ചേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് നേരം നമ്മൾ റാഗിയൊക്കെ ഉണ്ടാക്കുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് കുറച്ച് നല്ല രീതിയിൽ തന്നെ അത് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. വളരെ നല്ല രീതിയിൽ തന്നെ നേരിയ തീയിലിട്ട് നമ്മൾ വേവിക്കണം. ഇപ്പം നമ്മൾ ചായ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം വരെ എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ല നേരിയ തീയിൽ ഇത് വേവിച്ചെടുക്കുക. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ, സ്കിന്നിലുള്ള ഡിസീസ്, അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുന്നവർക്ക് തടി കുറയുവാൻ വളരെ എളുപ്പത്തിൽ തടി കുറയാൻ. നമ്മൾ ഈ ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് പല ഭക്ഷണങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പം ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഈന്തപ്പഴം ഒരു 2 എണ്ണമൊക്കെ ഇടാവുള്ളൂ. അല്ലാത്തവരാണെങ്കിൽ 3-4 ഒക്കെ ഇടാവുന്നതാണ് കേട്ടോ. 2 എണ്ണത്തിൽ കൂടുതൽ ഷുഗർ ഉള്ളവർ ഒരിക്കലും ഇടരുത് കേട്ടോ. ഓവറായിട്ട് നമ്മൾ അതെന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ഓവറായിട്ട് കഴിക്കരുത്. അപ്പോൾ നല്ല പോലെ തന്നെ കുറുകി കട്ടയാകുന്നത് വരെ നമുക്കിതൊന്ന്
വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു കണ്ടെയ്നറിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ജോലിക്കാർക്കൊക്കെ എല്ലാ ദിവസവും ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് തണുപ്പോട് കുടിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ സിമ്പിളാണ്. അതല്ല തണുപ്പ് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പുറത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഈ ഒരു റാഗിയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഈന്തപ്പഴം 2-3 വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പശുവും പാലല്ല കേട്ടോ, നല്ല കട്ടി തേങ്ങാപ്പാൽ. നമ്മൾ തേങ്ങാപ്പാൽ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലതും നഷ്ടം ആകാറുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പശുവും പാൽ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് നികത്താനായിട്ട് സഹായിക്കുന്നതാണ്. ചിലവർക്ക് കഫക്കെട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പശുവും പാൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. അലർജി പ്രോബ്ലം അങ്ങനെയുള്ളവരാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഉപയോഗിച്ച് അത് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഹേർട്ടിനാണെങ്കിലും നമ്മളുടെ നെർവിന് ആണെങ്കിലൊക്കെ വളരെ ബെനിഫിറ്റാണ്. ഈവൻ നമ്മുടെ തൈറോയ്ഡ് മാറാനായിട്ട് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ സഹായിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ജ്യൂസാണ് കേട്ടോ. ബീട്രൂട്ട് നല്ല രീതിയിൽ കുറച്ച് വെള്ളത്തിൽ അടിച്ച് നല്ല കട്ടി ജ്യൂസായിട്ട് എടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ. എല്ലാ അളവും ഞാനിവിടെ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഒരു കയ്യിലിന് തന്നെയാണ് എല്ലാ അളവും എടുത്തേക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ഐസ് ക്യൂബ്സ് ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ റാഗിയുടെ മിശ്രിതം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നിട്ട് നമുക്ക് ഷെയ്ക്ക് പോലെ അടിച്ച് കുടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോന്നും ഉണ്ടാക്കി നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. റാഗിയുടെ മിശ്രിതവും അതുപോലെ തന്നെ ജ്യൂസുകളും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ജ്യൂസുകൾ നമുക്ക് ഐസ് ക്യൂബ്സ് ആക്കി മാറ്റാവുന്നതാണ്. റാഗിയുടെ മിശ്രിതം നമ്മൾ ടിന്നിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഏത് സമയമാണോ എടുത്ത് കഴിക്കുന്നത് അപ്പോൾ ഒരു ഷേക്ക് പോലെ നമുക്ക് അടിച്ച് കുടിക്കാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് കിഡിലൻ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് കിട്ടുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇത് നമ്മളുടെ ശരീരത്തിന് എഫക്റ്റീവായിട്ടുള്ള നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ചിയാ സീഡാണ്. അത് 1/2 ടീസ്പൂൺ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള, അതുപോലെ നമ്മൾ ഹാർട്ടിനും നമ്മളുടെ എന്താ പറയുക നാഡി നരമ്പുകൾക്കും അതുപോലെ നമ്മളുടെ ഡൈജഷൻ കറക്റ്റ് ആകുവാനും എല്ലാം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇടേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ അതുകൂടി ഇടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. ചിയാ സീഡ് നമ്മൾ കഴിക്കുമ്പം നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിയാ സീഡ് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം വലിച്ചെടുക്കും. അപ്പം അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മളെ ശരീരത്തിന് എഫക്റ്റീവായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇനി നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം നിങ്ങളിതൊന്ന് കുടിച്ചു നോക്കൂ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഷുഗർ പേഷ്യൻസിന് മെയിനായിട്ട് ഷുഗർ, അതുപോലെ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ എല്ല് തേയ്മാനം, ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റാഗി 1 ടീസ്പൂൺ ഇട്ടാൽ 1/2 ടീസ്പൂൺ മാത്രം നമ്മൾ ഉഴുന്ന് പൊടിച്ചത് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈക്വലായിട്ട് എടുക്കരുത്, ഉഴുന്ന് കൂടുതൽ എടുക്കരുത്. നമ്മൾ റാഗിയേക്കാൾ കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും എന്തെങ്കിലും ഇതുപോലുള്ള ഡ്രിങ്കുകൾ സ്ത്രീകൾ പ്രത്യേകിച്ച് കുടിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളെ ഹെൽത്ത് പ്രോപ്പറായിട്ട് പോകുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ജോയിൻറ്റ് പെയിൻ, നമ്മളൊക്കെ നിപ്പ് ജോലി എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ജോയിൻറ്റ് പെയിൻ വരും. അതുപോലെ തന്നെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതൽ
സ്ത്രീകൾക്കാണ്. അപ്പം പിന്നെ നമ്മൾ എന്താണ് ആർത്തവ സമയത്തിലുണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുവാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മൾ 40 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിലും ഉന്മേഷക്കുറവ്, ശരീരത്തിന് എന്താണ് ആരോഗ്യമില്ലായ്മ, നമുക്ക് നമ്മളുടെ കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കുടിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 1.5 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഇത് നിങ്ങൾ സൂപ്പായിട്ട് കുടിക്കാൻ സഹായിക്കുന്നതാണ്. ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ ചക്കരയോ എന്തെങ്കിലും ഇടാം. ഇല്ലെങ്കിൽ ഷുഗർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ 2 ഈന്തപ്പഴം ഇടുക. ഇല്ലെങ്കിൽ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്യട്ടോ. കുരുമുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ നല്ല ജീരകവും ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് സൂപ്പ് പോലെ കുടിക്കാവുന്നതാണ്. അല്ല മധുരം ആയിട്ട് കുടിക്കുന്നവരാണെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയും അതുപോലെ നല്ല ജീരകപ്പൊടിയും അതുപോലെ ചുക്ക് പൊടിയും ഇടുക കേട്ടോ. ഉഴുന്നിടുമ്പോൾ നമുക്ക് വയറിനുണ്ടാവുന്ന ഒരു ദഹനത്തിനുള്ള ബുദ്ധിമുട്ടില്ല, അതൊക്കെ മാറിക്കിട്ടാനായിട്ടാണ് ഈ ഒരു പൊടികളൊക്കെ ചേർക്കുന്നത്. അതുപോലെ അത് ടേസ്റ്റ് കൂട്ടുവാനും സഹായിക്കുന്നതാണ് കേട്ടോ. 100% നമ്മളുടെ ശരീരത്തിന് ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള നമ്മളെ സന്ധിവേദനക്കൊക്കെ വളരെ റിലീഫ് കിട്ടുന്ന ഒരു മെഡിസിൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ സൂപ്പായിട്ട് കുടിച്ചാൽ, നമ്മൾ എപ്പോഴും ഒരുപോലെ കുടിച്ചാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൂപ്പായിട്ടും കുടിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് ഡ്രിങ്കായിട്ട് കുടിക്കുമ്പോൾ നിങ്ങൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ 2 ഈന്തപ്പഴത്തിൽ കൂടുതൽ ഇടരുത്. ഷുഗർ ഇല്ലെങ്കിൽ ചക്കരയോ അല്ലെങ്കിൽ തേനോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കുടിക്കാവുന്നതാണ് കേട്ടോ. ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കുടിക്കുക. നമ്മൾ പ്രായമായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഇത് ഒരു ദിവസത്തിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, അവർ ജീവിക്കുന്ന കാലം വരെയും അവർക്ക് അവരെ കാര്യമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമുക്കും ഉണ്ടാവും മനസ്സിന് വളരെ ബുദ്ധിമുട്ട്, കിടക്കുന്നവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അതൊന്നുമില്ല, നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ഡ്രിങ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് നല്ല രീതിയിൽ പോകും. അതുപോലെ തന്നെ ഷുഗർ കുറയുവാനും ഹാർട്ടിൻ്റെ ഇതിന് ബുദ്ധിമുട്ടുകൾ മാറുവാനും അതുപോലെ നമ്മളെ ജോയിൻറ്റിലുണ്ടാവുന്ന, അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് വേവിക്കുമ്പോൾ നേരിയ തീയിലിട്ട് മാത്രമേ വേവിക്കാവുള്ളൂ. ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ അത് 1 ഗ്ലാസ്സായി വറ്റുന്നത് വരെ നമ്മളിത് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടുള്ളൂ. പകുതി വേവിലൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിള് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് നമ്മളുടെ വേവ് ശരിയാവാതെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, നേരിയ തീയിലിട്ട് 1.5 ഗ്ലാസ് ആണ് വെക്കണമെങ്കിൽ 1 ഗ്ലാസ് ആവുന്നവരെ നമ്മളിത് വറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ചിയാ സീഡ് ഇടുന്നുണ്ട്. ചിയാ സീഡ് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇനി നമുക്ക് വളരെ ടേസ്റ്റ് കൂട്ടുവാനും അതുപോലെ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് കുടിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ ഇത് കാച്ചിയെടുക്കാവുന്നതാണ്. പക്ഷേ തേങ്ങാപ്പാൽ ഒരിക്കലും ചൂടാക്കി നമ്മൾ കുടിക്കരുത്. അപ്പോൾ അത് നേരത്തെ ഞാൻ അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ അങ്ങനെ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ കുറുക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ ഇത് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. 2 ഡ്രിങ്കും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.